തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് CPI. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവർത്തിക്കുന്നത് ഒറ്റയാൾ പട്ടാളമായെന്ന് CPI നേതൃയോഗത്തിൽ വിമർശനമുയർന്നു. മുന്നണിയിലോ പാർട്ടിയിലോ കൂട്ടായ ചർച്ചയും നടക്കുന്നില്ല. വ്യക്തികൾ മാത്രം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പോരായ്മകൾ തിരുത്തപ്പെടുന്നില്ലെന്നും വിമർശനമുയർന്നു. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി R. ശ്രീജിത്ത് ചേരുന്നു. CPI നിർദ്ദയമായി വിമർശനമുയർത്തുവാൻ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ ശ്രീജിത്ത്? SKN തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലം അവലോകനം ചെയ്യാൻ ചേർന്ന CPIയുടെ നേതൃയോഗങ്ങളിൽ ഉയർന്ന പ്രധാനപ്പെട്ട നിഗമനങ്ങളാണ് 24 ഇപ്പോൾ പുറത്തുവിടുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ വിമർശനമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒറ്റയാൾ പട്ടാളത്തെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് യോഗത്തിൽ ഉയർന്ന പ്രധാനപ്പെട്ട വിമർശനം. മുഖ്യമന്ത്രി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ മുഖ്യമന്ത്രി ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റിയോ നടപടികളെപ്പറ്റിയോ പാർട്ടിയിലോ മുന്നണിയിലോ സർക്കാരിലോ കൂട്ടായ ചർച്ച നടക്കുന്നില്ല എന്ന വിമർശനമാണ് CPI നേതൃയോഗത്തിൽ ഉയർന്നത്. വ്യക്തികൾ ഇത്തരം കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ധാരാളം പോരായ്മകൾ വരും. ആ പോരായ്മകൾ തിരുത്തപ്പെടുന്ന ഒരു സംവിധാനവും നിലവിലില്ല, ചർച്ചയില്ലാത്തതുകൊണ്ട് എന്നാണ് പൊതുവിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. CPIയുടെ സംസ്ഥാന നേതൃനിരയിലുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ് ഈ വിമർശനം ഉന്നയിച്ചത്. ഭരണവിരുദ്ധ വികാരം അല്ല ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തോൽവിക്ക് കാരണമെന്ന CPIഎമ്മിൻ്റെ നിഗമനത്തെയും CPI പാടെ തള്ളിക്കളയുന്നു. ഭരണവിരുദ്ധ വികാരം ഏറിയും കുറഞ്ഞുമൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പിൻ്റെ ഫലത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സർക്കാരിൻ്റെ മുൻഗണനാ ക്രമത്തെ സംബന്ധിച്ച് ഇപ്പോഴും വിമർശനങ്ങൾ താഴെത്തട്ടിൽ ജനങ്ങൾക്കുണ്ട്. സർക്കാരിൻ്റെ പെൻഷൻ നൽകുന്നു എന്ന കാര്യം ശരിയാണെങ്കിൽ പോലും മറ്റ് ക്ഷേമ പദ്ധതികളുടെ പ്രവർത്തനത്തിൽ പിന്നിൽ പോരായ്മകളുണ്ട്. അത് തിരുത്തപ്പെടുന്നില്ല. ഇക്കാര്യത്തിൽ CPM CPI ചർച്ച നടക്കണമെന്നാണ് പൊതുവിൽ ഉയർന്ന ഒരു ആവശ്യം. ഇതോടൊപ്പം തന്നെ സർക്കാർ ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഇല്ല എന്ന CPMൻ്റെ നിഗമനത്തെയും CPI തള്ളിക്കളയുന്നുണ്ട്. മതന്യൂനപക്ഷ വോട്ടുകൾ ഏകോപിപ്പിക്കുന്നതിൽ കോൺഗ്രസും UDFും വിജയിച്ചു. അക്കാര്യത്തിൽ കോൺഗ്രസും ലീഗുമാണ് പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത്. മലബാറിൽ ലീഗ് തന്നെയാണ് ഇത്തരം നടപടികൾക്ക് മുൻകൈയെടുത്തത്. മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിലെ പല സംഘടനകളെയും പിന്തുണ ഇത്തവണ കോൺഗ്രസിനും UDFിനുമായിരുന്നു എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ കാര്യത്തിലെല്ലാം അതായത് ഇത്തരം തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഏറെ ഉണ്ടെങ്കിലും അതൊന്നും കടുത്ത രീതിയിൽ പോകരുത്, നിയന്ത്രണം വിട്ട് പോകരുത് നിർദ്ദേശം സംസ്ഥാന നേതൃത്വം നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടുക്കുന്നു. മുന്നണി ബന്ധത്തെ ബാധിക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ പുറത്തേക്ക് പോയാൽ അത് CPM CPI ബന്ധത്തെ ബാധിക്കും. അത് പാർട്ടിയുടെ നിലവിലുള്ള അവസ്ഥയെയും ബാധിക്കുമെന്ന നിർദ്ദേശവും CPI സംസ്ഥാന നേതൃത്വം യോഗങ്ങളിൽ നൽകിയിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റികൾ ചേർന്ന് യഥാർത്ഥ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കണമെന്ന തീരുമാനമാണ് ഇപ്പോൾ CPI സംസ്ഥാന നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.